ഞാൻ വേറെ സ്ഥലത്തേക്കാ പോണേ. അള്ള തന്നെ ഞാമത്താണ്. അത് ഞാനല്ല, അതല്ല, നമ്മള് ഓരോ സ്നേഹിക്കുന്നത് കൊണ്ട് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയുടെയും അതേപോലെ പാലക്കാട് ജില്ലയുടെയും ബോർഡർ പ്രദേശമായ കൊടക്കാടിലാണ്. അപ്പോൾ ഇവിടെ വന്നത് നമ്മുടെ നൂറെ ഹബീബി ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ ഒരു പ്രോഗ്രാം ഒന്ന് കാണണം എന്ന് വിചാരിച്ച് വന്നതാണ്. ഞാൻ പല പ്രോഗ്രാമിലും പങ്കെടുക്കാറുണ്ട്, പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ്, ഇവിടുത്തെ പ്രോഗ്രാം കണ്ടപ്പോഴാണ് ഇവിടെ വരുന്ന ജനങ്ങളുടെ ഒരു പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ മറ്റുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ പോകുന്ന സമയത്ത് അതിൽ ഉള്ളതിനേക്കാളും ഒരുപാട് ജനപിന്തുണയാണ് കേട്ടോ നമ്മുടെ ഈ ആറ്റക്കോയ തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, എല്ലാവരും വീഡിയോ മാക്സിമം കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണം. ഞങ്ങളെ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിൽ നിന്നെടുക്കാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകണമല്ല, സമ്പത്ത് ഞങ്ങൾക്ക് നൽകണമല്ല. അല്ലാ, ഞങ്ങളിൽപ്പെട്ട പലരും രോഗികളാണ്. എല്ലാ രോഗങ്ങളും നീ ശുഭയാക്കണയല്ല, എല്ലാ രോഗങ്ങളും നീ ശുഭയാക്കണയല്ല. അല്ലാഹുവേ, ഒരുപാട് പേര് വലിയ രോഗങ്ങളാണ്. അല്ലാഹുവേ, കുടിക്കുന്ന മരുന്നിന് ശുഭ നൽകണയല്ല, അവര് കുടിക്കുന്ന മരുന്നിന് ശുഭ നൽകണയല്ല. തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ല് വരെ ആർക്കൊക്കെ രോഗങ്ങളുണ്ടോ, എന്ത് രോഗങ്ങളാണെങ്കിലും ശിഫ നൽകണയല്ലോ, ശിഫ നൽകണയല്ലോ, കാമിലായ ശിഫ നൽകണയല്ലോ. അല്ലാ അല്ലാ, ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഈ മജ്‌ലിസിലേക്ക് വന്നത്. വെറുതെ ആക്കല്ല റബ്ബേ, ഇരുന്നത് വെറുതെ ആക്കല്ല റബ്ബേ, ഇരുന്നത് വെറുതെ ആക്കല്ല റബ്ബേ. അല്ലാ, ഞങ്ങളെ മക്കളെ സ്വാലിഹീകളാക്കണയല്ല, ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കല്ല. അല്ലാ, ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരികളെ കൊടുക്കല്ല. ഞങ്ങളെ മക്കളെ സ്വാലിഹീകളാക്കണല്ല. ഞങ്ങളെ മക്കളെ, ഞങ്ങളെ ഭർത്താക്കന്മാര്, ഞങ്ങളെ വാപ്പമാര്, ഞങ്ങളെ ആങ്ങളമാര് കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാക്കല്ലോ. ഞങ്ങളെ വീട്ടില് സമാധാനം നൽകല്ലോ, ഞങ്ങളെ വീട്ടില് സന്തോഷം നൽകണല്ലോ. അല്ലാ അല്ലാ അല്ലാ, ഒരുപാട് പേര് ഈ മജ്‌ലിസിലേക്ക് സ്വർണം തന്നവരുണ്ട്, മരണപ്പെട്ടവർക്ക് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരൊക്കെയുണ്ട്. എല്ലാവരും ഖബറിനെ വിശാലമാക്കി കൊടുക്കണല്ല, എല്ലാവരും ഖബറിലേക്ക് നീ റഹ്മത്തിന്റെ മാലാഖമാർ നീ ഇറക്കി കൊടുക്കണയല്ല. ഈ മജ്‌ലിസിൽ വന്നവർക്ക് സന്തോഷം നൽകണയല്ല, യൂട്യൂബിലൂടെ കാണുന്നവർക്ക് സന്തോഷം നൽകണയല്ല. അല്ലാഹ്, നൂറെ ഹബീബിന്റെ മുത്തുമണികളെ പാവങ്ങളാണ്, അവർക്കൊരു വിഷമം കൊടുക്കല്ല റബ്ബേ. അല്ലാഹ്, ഈ നൂറെ ഹബീബിന്റെ മുത്തുമണികളുടെ പേരിൽ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഈ നൂറെ ഹബീബിന്റെ മുത്തുമണിക്ക് സ്വർഗം നൽകണയല്ല, സ്വർഗത്തിൽ വീട് നൽകണയല്ല. ഒരുപാട് തീമക്കളെ സഹായിച്ചിട്ടുണ്ട്, ഖബറിൽ സന്തോഷം നൽകണയല്ല. അല്ലാഹുവേ, ഞാനൊരു നൂറെ ഹബീബിന്റെ വക്താവാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ തണല് നൽകണയല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ തണല് നൽകണയല്ല. അബൂബക്കർ തങ്ങളെ തണല് നൽകണമല്ല, ഉമർ തങ്ങളെ തണല് നൽകണമല്ല, ഹസൻ ഹുസൈൻ തങ്ങളെ തണല് നൽകണമല്ല, ഹംസത്തുൽ ഖറാർ തങ്ങളെ മദദ് ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാ, ഒരുപാട് പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, കല്യാണം ശരിയാവാത്തവരാണ്. അല്ലാ അല്ലാ അല്ലാ, അവർക്ക് ഹൈറായ തുണകളെ നൽകണേ അല്ലാ. അല്ലാ, ഒരുപാട് കുടുംബങ്ങൾ തെറ്റി നിൽക്കുന്നുണ്ട്, അവരെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, കളവ് പറയേണ്ട ഖൽബ് തരല്ല അല്ലാ, ഒരാളെ വേദനിപ്പിക്കേണ്ട മനസ്സ് തരല്ല അല്ലാ. അല്ലാ, ഞങ്ങളിൽപ്പെട്ട പല ആളുകൾ ഒരുപാട് പ്രയാസത്തിലാണ്, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ള സമ്പത്ത് നൽകണം അല്ലാ. ഒരുപാട് പേര് ആധാരങ്ങള്, ഒരുപാട് പേര് സ്വർണ്ണാഭരണം. അല്ലാഹു റസൂൽ എന്ത് തെറ്റാ ചെയ്തത്? ഇസ്ലാമിലേക്ക് ആളുകളെ ചേർത്തി. നൂറെ ഹബീബ് തങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? സ്വലാത്തിൽ ആളുകളെ ചേർത്തി. ഇപ്പൊ നമ്മൾ ഈ തങ്ങള് നീട്ടി, നിങ്ങൾ തങ്ങളെ പരിചയമുണ്ടോ? അറിയേ, കണ്ടിട്ടുണ്ട്. ഈ തങ്ങൾ ഇപ്പൊ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എപ്പോഴും കാര്യം എവിടെ യൂട്യൂബിൽ കൂടെ നിങ്ങൾ കണ്ടിരിക്കണം. നടന്നു പോയി അല്ല, നിങ്ങൾക്കറിയോ? ഇരിക്കും, കേട്ടോളിങ്ങള്.
ഇതൊരു അഹ്ലു ബൈത്താണ്. ഇത് അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്. ആരെങ്കിലും ഒരാൾ അള്ളാന്റെ റസൂലിന്റെ പേരമക്കളെ ഖൽബ് കൊണ്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ 10 സ്ഥലത്തുള്ള നിങ്ങളെ സഹായിക്കുന്നതാണ്. അതിലൊന്നാമത്തെ സ്ഥലം നിങ്ങളെ സക്കറാത്തിന്റെ വലി വലിക്കുമ്പോഴാണ്. ഈ തങ്ങളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു കേട്ടോ, യൂട്യൂബിലൂടെ കേട്ടുക്കണോ? എത്ര പേരാണ് വീടിന് കടം വന്നു, ഒരാളും സഹായിച്ചിട്ടില്ല, വിമർശിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് സമീപിച്ചു, ഞാൻ 2 ലക്ഷം രൂപ അല്ലേ ഞാൻ തങ്ങൾ പാപ്പാക്ക് സഹായിച്ചു. ഞാൻ കൊടുക്കുമ്പോൾ പറഞ്ഞു, തങ്ങൾ നിങ്ങൾ കരയരുത്. നമ്മൾ ഒരാളെ പേടിച്ചാൽ പിന്നെ ജീവൻ മരണം വരെ എന്ത് ചെയ്യും? പേടിച്ചുകൊണ്ട് അല്ലേ? അള്ളാഹുവിനല്ലാതെ ഒരു മഖ്ലൂക്കിനെ പേടിക്കരുതാണ്. അൽഹംദുലില്ലാ. ഇപ്പം എത്ര പൈസ? ഇനി 60 ചില്ലാൻ ഉറുപ്പ്യ എന്ത് ചെയ്യണം? ഇനി 60 കൊടുക്കും. ഈ തങ്ങളിപ്പോൾ അത് സ്വർണം തന്നെയാണോ? ഒരു സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയിട്ട് പടച്ചോനറിയാം തങ്ങൾ പാപ്പാക്ക് കടണ്ടേന്ന്. 1 കോടി ഉറുപ്പ്യ കട, 1 കോടി. ഇഫുൽ കോളേജിനും പിന്നെ ഉമ്മമാരെ താമസിക്കാനുള്ള ബിൽഡിങ്ങിന്. എനിക്ക് വിഷമമൊന്നുമില്ല. പൈസ തരാൻ, കേട്ടോളി, പൈസ തരാൻ ആരെങ്കിലും ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നൂറെ ഹബീബിന്റെ പെരന്റെ മർത്ത. നിങ്ങൾക്കറിയോ? ഇത് കണ്ടുകൊണ്ട് ആരെങ്കിലും പൈസ തരാൻ അതിനായിട്ടൊക്കെ ഒരു ഗേറ്റ് ഉണ്ട് അവിടെ, നിങ്ങൾ കണ്ടിട്ടില്ലേ? പൈസ തരാൻ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നൂറെ ഹബീബിന്റെ പെരന്റെ മർത്താണ്. അള്ളാഹു മരിക്കൽ അള്ളാഹു നിലനിർത്തി തട്ടെ. ഒരു യത്തീമിന്റെയും ഒരു പാവപ്പെട്ടവന്റെ ഹക്ക് തിന്നാളെ ഗതി റബ്ബ് തരാതിരിക്കട്ടെ. മനസ്സിലായില്ലേ? അത്ര മാത്രം, മുതലൊന്നും വേണ്ട. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ തങ്ങള് മുസ്ലിങ്ങളും പിന്നെ ഒരു 60,000 ഉറുപ്പ്യ തങ്ങൾ പാപ്പ ബാക്കിയുണ്ട്. നമ്മൾ തങ്ങന്മാരെ സഹായിക്കാം. അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടികൾ എന്നോട് പറഞ്ഞു, തങ്ങൾ പാപ്പ ഞങ്ങൾ മുതലാളിമാർ ആരെങ്കിലും പറഞ്ഞു തരുന്നു. ഉള്ള മുതലാളിമാരൊക്കെ ഞാൻ പിയാണ്, പിന്നെ എങ്ങനെ മൂപ്പർക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ? എന്താ ഒരു ഉമ്മ ഒരു ചുറ്റ് ഇത് വീണിട്ടതാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതൊന്നും വെറുതെ ആവില്ല, ഒന്നും വെറുതെ ആവില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ദ്വാരിക്കാൻ പോവാ. അപ്പൊ ഇൻഷാ അല്ലാഹ് തങ്ങൾ പാപ്പ യൂട്യൂബിൽ ഉണ്ടാവില്ല. ഞങ്ങളെ അക്കൗണ്ട് നമ്പർ തോനെ കിട്ടി അച്ഛൻ തരുവേണ്ടി. അത് പാവാണ് കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എൻ്റെ വിജയം അള്ളാഹു എനിക്ക് തന്ന ഈ മനസ്സെന്ന് നിലനിർത്തട്ടെ. നിങ്ങളെപ്പോലെ ഞാൻ നിങ്ങളെ കൂട്ടത്തിലൊരാളാണ്. ഞാനിപ്പോൾ നിങ്ങളൊക്കെ പോയില്ലേ, ഈ ഇവിടെ പെറുക്കാൻ ഞാനും ഉണ്ടാവും. ഞാനൊരു തങ്ങളാന്ന് പറഞ്ഞ പേരെ കുത്തിരിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ ഇവിടെ പണിയെടുക്കാൻ വരുന്നവരുടെ കൂടെ ഞാനുണ്ടാവും, പെറുക്കാനുണ്ടാവും. മനസ്സിലായില്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവാണ്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ പേര് ഫാത്തിഹ ഓതണം. എത്രയൊക്കെ ബാങ്ക്